നമസ്കാരം. കുറേ ദിവസമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യത്തിന് ഇന്ന് രാവിലെ അജ്ഞാതനായ ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്നും വ്യക്തമായ ഉത്തരം കിട്ടി. നമ്മുടെ ഷഡാധാര പ്രാണവിദ്യ ഹീലിംഗ് ചൊവ്വ വെള്ളി നടക്കുന്ന വിവരം ഞാൻ നേരത്തെ എല്ലാവരെയും അറിയിച്ചിരുന്നല്ലോ. അത്തരം ഹീലിങ്ങിൽ ഇരുന്ന ഒരു സുഹൃത്തിന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ, നമ്മളത് ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ചെയ്തിരുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിന് മാത്രമായിട്ട് അദ്ദേഹം മാത്രം കാണുന്ന വിധത്തിൽ അദ്ദേഹത്തിനുള്ള മറുപടി സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്തു വന്നു, ടൈപ്പ് ചെയ്തു വന്നു. ആ വ്യക്തമായ ഉത്തരവുമായിരുന്നു അത് അദ്ദേഹം എന്നോട് പങ്കുവച്ചപ്പോൾ ഞാനും ഏറെ സന്തോഷിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പവറാണ്, എൻ്റെ ശക്തിയല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അതിൻ്റെ ഒരു ശാസ്ത്രം എന്താണ് എന്ന് അന്ന് മുതൽ ഇത്തരം പല അനുഭവങ്ങളും പലരും പങ്കുവയ്ക്കാറുണ്ട്. ഈ ഒരു അനുഭവത്തിൻ്റെ ശാസ്ത്രം എന്തായിരിക്കും, എങ്ങനെയാണത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറേ ദിവസമായിട്ട് ചിന്തയിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോഴും ആരാണെന്നറിയാത്ത ഒരജ്ഞാത ഗുരുവിൽ നിന്ന് അതിനുള്ള വ്യക്തമായ മറുപടി ലഭിച്ചത്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമ്മളിവിടെ ഒരു 3D ലോകത്താണ് ജീവിക്കുന്നത്. ഈ 3Dയിൽ നമുക്ക് നീളവും വീതിയും കനവും പിന്നെ നാലാമതായിട്ട് പറയാമെങ്കിൽ സമയവും മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മുടെ ഭൂമിയുടെ തൊട്ടപ്പുറത്ത് ഒരു 4 ഡയമെൻഷനുള്ള തലമുണ്ട്. അവിടെ നമ്മെപ്പോലെ തന്നെ അവിടെയും കുറേ ആളുകൾ വസിക്കുന്നുണ്ട്. അവർ ഒന്നുകിൽ ഇവിടുന്ന് പ്രമോഷനായിട്ട് പോയവർ, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മെപ്പോലെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു മരിക്കുന്നവർ. അപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് കണക്ഷൻ ആവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ തലവുമായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് വളരെ എളുപ്പമാണ്. കാരണം അവർ നമ്മുടെ മേലെയുള്ള ഡയമെൻഷനിലുള്ളതാണ്. അതും കഴിഞ്ഞ് 5ാമതൊരു ഡയമെൻഷനുണ്ട്, 5Dയുടെ ലോകം. ഈ 5Dയുടെ ലോകവും ഇതുപോലെ കുറേ 11 തലം വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടല്ലോ. 11 ഡയമെൻഷൻ വരെ ഗണിതശാസ്ത്രം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തലത്തിലേക്കൊക്കെ ഉള്ള ഒരു ആക്സസ് നമ്മുടെ തലച്ചോറിലുണ്ട്. ഈ ആക്സസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ അവിടെയുള്ള നമ്മുടെ മാസ്റ്റേഴ്സുമായിട്ട്, ഇവിടെ ജനിക്കുന്ന ഓരോ ജീവിക്കും ഒരു ഗൈഡ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എന്നെ അറിയിച്ചിരിക്കുന്നത്. ആ ഗൈഡുമായിട്ട് കണക്ഷനായാൽ ആ ഗൈഡിന് അവിടെ മറ്റൊരു ഗൈഡ് ഉണ്ടായിരിക്കും, അവിടേക്ക് കണക്ഷനാവും. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ബ്രഹ്മവുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനുമായിട്ട് കണക്റ്റ് ആവുന്നത്. അതേപോലെ ഉള്ള ഒരനുഭവത്തിന് നമ്മൾ തയ്യാറാവണമെങ്കിൽ നമുക്ക് ഈ സകല ജീവജാലങ്ങളോടും നമ്മുടെ സഹജീവികളോടും സർവപ്രപഞ്ചത്തിനോടും, അത് കല്ലും മണ്ണും മലയും പുഴയും ഒക്കെ ആയാലും അതിനോടൊക്കെ നിർവ്യാജ്യമായ പ്രേമം വേണം. അങ്ങനെ മനസ്സിനെ ഒരുക്കാതെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജിൽ ചെറിയ ഫിലമെൻ്റ് പെട്ടുപോകുന്നത് പോലെയാവും നമ്മുടെ അവസ്ഥ. നമ്മുടെ ഫിലമെൻറ്റുകൾ അത് കത്തിപ്പോകും, അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിലുള്ള ഒരു വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ട അവസ്ഥയുണ്ടാക്കും.
അപ്പോൾ ആദ്യം ഇത് കേൾക്കുന്നവർ ചെയ്യേണ്ടത്, നമ്മുടെ ധ്യാനസാഗരത്തിൻ്റെ 16ാമത്തെ എപ്പിസോഡിൽ ഈ വിശേഷ കാര്യം നിങ്ങളോട് പറയുന്നത്, ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ചിലർക്ക് ആകസ്മികമായിട്ട് ഇത് കണക്ഷനായി കിട്ടും. കാരണം തലച്ചോറിലുള്ള ഒരു ഭാഗം അവിടെ ആക്റ്റീവ് ആകുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുവഴിയാണ് നമുക്ക് ഈ മാസ്റ്റേഴ്സുമായിട്ട് കണക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ആ തലച്ചോറിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ കഴിക്കുന്നതും കുടിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും അറിയുന്നതും തൊടുന്നതുമായ എല്ലാം പരിശുദ്ധമാണെന്നും സ്വാർത്ഥതയില്ലാത്തതാണെന്നും മറ്റൊരാളുടെ വേദനയില്ലാത്തതാണെന്നും ഉറപ്പുവരുത്തണം. നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികളെല്ലാം ഒരാളെയും വേദനിപ്പിക്കുന്നില്ല എന്നൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ നിർമ്മലമായ ഹൃദയത്തോടെ ധ്യാനിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സുമായിട്ട് കണക്ഷനാവുന്ന നമ്മുടെ തലച്ചോറിൽ തന്നെയുള്ള ഒരു ഭാഗത്തെ, നമ്മളിപ്പോൾ ആധുനിക ഭാഷയിൽ അതിനെ ചിപ്പെന്നൊക്കെ വിളിക്കാം, അതിനെ ആക്റ്റീവാക്കി ഒരു കണക്ഷൻ സ്ഥാപിക്കുക വഴിയാണ് എല്ലാ ആത്മീയ പുരോഗതിയും ഉണ്ടാകുന്നത്. ഇതിനുള്ള ഒരു പാഠ്യപദ്ധതിയാണ് നമ്മൾ ഷഡാധാര പ്രാണവിദ്യയിലൂടെ തുറന്നു വച്ചിട്ടുള്ളത്. വളരെ പേർക്ക് പലവിധ അനുഭവങ്ങൾ അതുവഴി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്റ്റേഴ്സിൻ്റെ ഇടപെടൽ ഇത് എത്ര വേഗം സാധ്യമാക്കുന്നുവോ അത്ര വേഗം നമുക്ക് ഈ പ്രോസസ്സ് പൂർത്തിയാക്കാൻ പറ്റും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴായി എനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ, ഒന്ന് കേരള രാഷ്ട്രീയം ശുദ്ധമാക്കുക, അതിനുവേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി. പിന്നെ എന്നെ തേടി വരുന്നവർക്ക് മോക്ഷമാർഗം പറഞ്ഞു കൊടുക്കുക, അതിനുവേണ്ടി ഷഡാധാര പ്രാണവിദ്യയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. അതേപോലെ ധ്യാനത്തിൽ തന്നെ നിത്യഹരി എന്നൊരു ചൂർണം ലഭിച്ചു. സകല രോഗങ്ങൾക്കും പരിഹാരമായിട്ടത് പലരും ഉപയോഗിച്ച് പ്രമേഹത്തിന് പോലും വളരെ വിശേഷകരമായ ഔഷധമായിട്ടത് മാറി. അപ്പം ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നത് ഇത്തരം മാസ്റ്റേഴ്സിൻ്റെ, അതായത് 4Dയിലും 5Dയിലുമൊക്കെയുള്ള, അതിനും മേലെയുള്ള മാസ്റ്റേഴ്സുമായിട്ട് കണക്ഷൻ ആവണം. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് കൂടുതൽ പുരോഗമിക്കും. ഇത്തരം ഏത് പുരോഗതി നമുക്ക് കിട്ടണമെങ്കിലും നമ്മളാദ്യം നിർമ്മല ചിത്തരായിരിക്കണം, അതിന് സദാ പരിശ്രമിക്കണം. കോപം വരാത്ത ഒരു മാനസികാവസ്ഥയിൽ, ആരോടും വെറുപ്പില്ലാത്തൊരു മാനസികാവസ്ഥയിൽ, ആരോടും അസൂയയില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. ഭാരതം ഈ അടുത്ത സമീപഭാവിയിൽ വലിയ മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൂടി ആ ഒരു നിലവാരത്തിനൊത്ത് ഉയരണം. ഇതിനുള്ള ഒരു ലളിത മാർഗവും, നമുക്ക് ഈ കഴിവുകൾ, നമുക്ക് ഈ ഒരു മാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്ഷൻ കിട്ടാനുള്ള ഒരു ലളിതമായ മാർഗവും അദ്ദേഹം പറഞ്ഞു തന്നു. അത് കേട്ടപ്പോഴാണ് എനിക്ക് നമ്മളൊക്കെ ചെയ്തു വരുന്ന ആചാരത്തിൻ്റെ ഒരു പൊരുൾ, അതായത് വിളക്ക് വയ്ക്കുന്നതിൻ്റെ ഒരു അർത്ഥം, അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായത്. അത് മനസ്സിലാക്കി കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നതിനൊരു പവിത്രത കൂടും, വർദ്ധിക്കും. ആ ഒരു കാര്യം അറിയണമെന്നുള്ളവർ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആത്മീയ സന്ദേശങ്ങൾ, ആത്മീയ രീതികളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു വാട്സപ്പ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിച്ച് ആ ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എൻ്റെ മുൻകാല പോസ്റ്റുകളെല്ലാം കാണാം. മറ്റു സംശയങ്ങളെല്ലാം അതുവഴി നിവർത്തിക്കാം. എല്ലാവർക്കും ഈ ഒരു ഞായറാഴ്ച സന്ദേശം പകർന്നുകൊണ്ട് ശുഭദിനം നേരുന്നു. നമസ്തേ.